Hi, hello, welcome back to Transportation Engineering class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാഫിക് സിഗ്നൽ ഡിസൈനെ പറ്റിയാണ്. അതിലെ വെബ്സ്റ്റേഴ്സ് മെത്തേഡാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാഫിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജംഗ്ഷനുകളിൽ കൂടുതൽ ട്രാഫിക് ഉള്ള ഇമ്പോർട്ടൻറ്റ് ജംഗ്ഷൻസ് അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻസിലൊക്കെ ട്രാഫിക് ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ട്രാഫിക് സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ട്രാഫിക് സിഗ്നൽ ഓരോ ലൈറ്റിനും ടൈമുണ്ട്. അപ്പോൾ അവിടുത്തെ ട്രാഫിക് ഫ്ലോ അനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന റഷ് അനുസരിച്ച് അതിൻ്റെ ടൈമിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെബ്സ്റ്റേഴ്സ് മെത്തേഡ് വെച്ചിട്ട് ആ സൈക്കിൾ ലെങ്ത് ഓരോ റെഡ്, ഗ്രീൻ, യെല്ലോ അതേപോലെ ആ ലൈറ്റിൻ്റെ ആ ഒരു ടോട്ടൽ സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ വെബ്സ്റ്റേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ട്രാഫിക് സിഗ്നലിൻ്റെ ടൈം അല്ലെങ്കിൽ ആ സൈക്കിൾ ലെങ്ത് ഫിക്സ് ചെയ്യുന്നതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിൽ കുറച്ച് ടേംസ് ഉണ്ട്. ദാറ്റ് ഈസ് സിംഗിൾ സൈക്കിൾ അല്ലെങ്കിൽ ടോട്ടൽ ഫേസ്, സ്റ്റോപ്പ് ഫേസ്, ഗോ ഫേസ്, ഇതൊക്കെ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സിഗ്നൽ, ഒരു ട്രാഫിക് സിഗ്നൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിലെ ലൈറ്റുകൾ ഒരു കംപ്ലീറ്റ് സീക്വൻസ് ഇൻഡിക്കേഷൻ, അതായത് റെഡ്, യെല്ലോ, ഗ്രീൻ, ഇതുപോലെ ഒരു കംപ്ലീറ്റ് സിഗ്നൽ ഇൻഡിക്കേഷൻസ്, ഒരു സീക്വൻസ് ഓഫ് സിഗ്നൽ ഇൻഡിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിനെയാണ് നമ്മൾ സിംഗിൾ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സിംഗിൾ സൈക്കിൾ. ഇനി അതുപോലെ തന്നെ സ്റ്റോപ്പ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താ, റെഡ് ലൈറ്റ് ആയിരിക്കും കത്തി നിൽക്കുന്നത് അല്ലേ. സോ എത്ര സമയമാണ് നമ്മുടെ ആ സ്റ്റോപ്പ് അല്ലെങ്കിൽ റെഡ് ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത്, അതിനെയാണ് നമ്മൾ റെഡ് ഫേസ് എന്ന് പറയുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഗോ ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഗ്രീൻ ലൈറ്റ്, ഗ്രീൻ കാണുമ്പോഴാണല്ലോ നമ്മുടെ ട്രാഫിക് ഫ്ലോ ആവുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ ലൈറ്റ് എന്ന് പറയുന്നത് ഗോ ഫേസിനെയാണ് കാണിക്കുന്നത്. ദെൻ അതിനകത്തൊരു ആംബർ ടൈം ഉണ്ട്. ആംബർ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ ഇൻ്റർസെക്ഷനിൽ കൂടെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഗ്രീൻ ലൈറ്റ് ആണ്, വണ്ടി ഒരു ഡയറക്ഷനിൽ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇനി നെക്സ്റ്റ് ഗ്രീൻ കഴിഞ്ഞ് റെഡ് വരാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് ആ ഇൻ്റർസെക്ഷനിൽ ഇപ്പോൾ കയറിയിരിക്കുന്ന വെഹിക്കിൾസിനെ എല്ലാം ക്ലിയർ ചെയ്യണം. അതിനായിട്ട് ഒരു കുറച്ച് സമയം യെല്ലോ ലൈറ്റ് കത്തും. അത് ഗ്രീൻ കഴിഞ്ഞ് യെല്ലോ, പിന്നെ അത് കഴിഞ്ഞ് റെഡ് വരുന്നത്. അപ്പോൾ ആ ഒരു ആംബർ ടൈം, അതായത് ആ ഇൻ്റർസെക്ഷൻ്റെ സെൻറ്ററിൽ നിന്നും വെഹിക്കിളിന് ക്ലിയർ ആയി പോകാനായിട്ടുള്ള ആ ഒരു ടൈം, അതിനെയാണ് നമ്മൾ ആംബർ ടൈം എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഓൾ റെഡ് ടൈം. ഓൾ റെഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യെല്ലോയും കഴിഞ്ഞ് റെഡ് വരും അല്ലേ. ഒരു ഡയറക്ഷനിലെ ഫ്ലോ തീർന്നു, അവിടെ റെഡ് വന്ന് അടുത്ത ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനുള്ള റോഡിൽ ഗ്രീൻ ലൈറ്റ് തെളിയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആ ഗ്രീൻ ലൈറ്റ് തെളിയുന്നതിന് മുമ്പ് കുറച്ച് സമയം എല്ലാ സിഗ്നലിലും, രണ്ട് ഡയറക്ഷനിലുള്ള സിഗ്നലുകളിലും റെഡ് തെളിയും. അവിടെ എത്ര സിഗ്നലുണ്ട് അത്രയും സിഗ്നലിലും കുറച്ച് നേരം റെഡ് തെളിഞ്ഞ് കിടക്കും, സെക്കൻഡ്സ്, കുറച്ച് സെക്കൻഡ്സ്. അതിനെയാണ് നമ്മൾ ഓൾ റെഡ് ടൈം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പെഡസ്ട്രിയന് ക്രോസ് ചെയ്യണം, സെൻറ്റർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലിയർ ചെയ്യണം, അതിനായിട്ടാണ് നമ്മുടെ ആ ഒരു റെഡ് ലൈറ്റ്, എല്ലാ സിഗ്നലിലും റെഡ് ലൈറ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഓൾ റെഡ് ടൈം എന്ന് പറയുന്നത്. ഇനി നമ്മൾ വെബ്സ്റ്റേഴ്സ് മെത്തേഡിലേക്ക് വരാൻ. വെബ്സ്റ്റേഴ്സ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ആ സിഗ്നൽ ഡ്യൂറേഷൻ, ഇപ്പം നമ്മൾ പറഞ്ഞില്ല റെഡ് കത്തും, ദെൻ ഗ്രീൻ കത്തും, പിന്നെ യെല്ലോ, അങ്ങനെ എല്ലാ ലൈറ്റുകളും ഇങ്ങനെ കത്തും എന്ന് പറഞ്ഞു. സോ അതിൻ്റെ ആ സിഗ്നൽ ഡ്യൂറേഷൻ നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, അതാണ് നമ്മൾ വെബ്സ്റ്റേഴ്സ് മെത്തേഡിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെബ്സ്റ്റർ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒപ്റ്റിമം സൈക്കിൾ ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ ഓഫ് സിഗ്നലിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന ഇക്വേഷനാണ്. C0 വെച്ചിട്ടാണ്, C സഫിക്സ് 0 വെച്ചിട്ടാണ് ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഈക്വൽ ടു 1.5L + 5 ഡിവൈഡഡ് ബൈ 1 - 5. ഇതിലെ L എന്നാണ് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ലോസ്റ്റ് ടൈം പെർ സൈക്കിളാണ്. ലോസ്റ്റ് ടൈം ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ ഒരു ഇൻ്റർസെക്ഷനിൽ കിടക്കാമെന്ന് വിചാരിക്കും, ട്രാഫിക്ക് കിടക്കുകയാണ്, നമ്മുടെ അവിടെ ഗോ ഉള്ള സിഗ്നൽ വന്നത് റെഡ് സിഗ്നൽ കത്തി, ഈ ഗ്രീൻ കത്തി. ഗ്രീൻ കത്തി ഉടനെ തന്നെ ചിലപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ആ വണ്ടിക്ക് ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഇതുണ്ടാവും അല്ലേ, ചെറുതായിട്ടൊന്ന് ലേറ്റ് ആകുമോ ഒന്ന് സ്റ്റാർട്ടായി മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനർത്ഥം ഗ്രീൻ കത്തി, പക്ഷേ ഒരു കുറച്ച് സെക്കൻഡ്സേ ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ വണ്ടി മൂവ് ചെയ്യും. പക്ഷേ ആ ഒരു സെക്കൻഡ് നമുക്കവിടെ ലോസ് ആയി. അതിനെയാണ് നമ്മൾ ലോസ്റ്റ് ടൈം പെർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ L = 2n + R ആണ്. അതിൽ n എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഫേസ് ആൻഡ് R എന്ന് പറയുന്നത് ഓൾ റെഡ് ടൈം. നമ്പർ ഓഫ് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എത്ര സിഗ്നൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു റോഡ് പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു റോഡ് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ട്. സോ ഈ ഡയറക്ഷനിൽ നമുക്കൊരു സിഗ്നൽ ഉണ്ടാവണം, ഈ ഡയറക്ഷനിൽ ഒരു സിഗ്നൽ ഉണ്ടാവണം, ശരിയല്ലേ. അപ്പോൾ ഇതും ഒരു സിഗ്നലാണ്, ഇത്. അപ്പോൾ ഈ രണ്ട് കൂടെ ചേർന്നതിനെയാണ് നമ്മൾ 2 ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ n എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എത്ര ഫേസ് ഉണ്ടെന്നുള്ളതാണ്. ദെൻ R എന്ന് പറയുന്ന ഓൾ റെഡ് ടൈം, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സമയം പെഡസ്ട്രിയനൊക്കെ ക്രോസ് ചെയ്യാനായിട്ട് ഫുൾ ടൈം റെഡ് കത്തി നിൽക്കുന്ന ടൈം, അതിനെയാണ് നമ്മൾ ഓൾ റെഡ് ടൈം എന്ന് പറയുന്നത്. ദെൻ
നമ്മുടെ ഫ്ലോ റേഷ്യോ y എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിട്ടിക്കൽ ഫ്ലോ റേഷ്യോ ആണ്. അതെന്താണെന്ന് പറയാം. ടോട്ടൽ y എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷനിലുള്ള ക്രിട്ടിക്കൽ ഫ്ലോ റേഷ്യോകളുടെ സമ്മാണ് ടോട്ടൽ ഫ്ലോ റേഷ്യോ എന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ ഫ്ലോ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അവിടുത്തെ നോർമൽ ഫ്ലോയും അറിയണം, അതുപോലെ തന്നെ സാച്ചുറേഷൻ ഫ്ലോയും അറിയണം. നമ്മൾ പറഞ്ഞു ഇപ്പോൾ 2 റോഡുണ്ട്, ഒരു ഫസ്റ്റ് റോഡ് ഇത്, സെക്കൻഡ് റോഡ് ഇങ്ങനെ 2 റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു ഇൻ്റർസെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നോർമൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ട്രാഫിക്, അതിനെയാണ് നമ്മൾ നോർമൽ ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി S1 സാച്ചുറേഷൻ ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇൻ്റർസെക്ഷനിൽ കൂടെ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ ഗ്രീൻ ലൈറ്റ് തെളിച്ചിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻ്റർസെക്ഷനിൽ കൂടെ ക്രോസ് ചെയ്യുന്ന ഒരു അവറിൽ നമ്മൾ ഗ്രീൻ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് തെളിച്ചിട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രീൻ സമയത്ത് ഈ ഒരു ഇൻ്റർസെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ വെഹിക്കിൾസിൻ്റെ എണ്ണം, അതിനെ നമ്മൾ സാച്ചുറേഷൻ ഫ്ലോ എന്ന് പറയുന്നത്. ഒരു ഡയറക്ഷനിൽ, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഗ്രീൻ ലൈറ്റ് നമ്മൾ ഫുൾ ടൈം തെളിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു അവറിൽ എത്രത്തോളം ഡെൻസ് ഫ്ലോ അവിടെ ഉണ്ടായി, ആ ഇൻ്റർസെക്ഷനിൽ കൂടെ എത്രത്തോളം ഫ്ലോ ഉണ്ടായി, അതിനെയാണ് നമ്മൾ അവിടുത്തെ സാച്ചുറേഷൻ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്രിട്ടിക്കൽ റേഷ്യോ എന്ന് പറയുന്നത് നോർമൽ ഫ്ലോ ഡിവൈഡഡ് ബൈ സാച്ചുറേഷൻ ഫ്ലോ ആണ്. ഓക്കെ, രണ്ട് ഡയറക്ഷനുള്ള അല്ലെങ്കിൽ 2 ഫേസുള്ള സിസ്റ്റം ആണെങ്കിൽ നമ്മൾ 2 റോഡിലെയും ഈ ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടുപിടിക്കണം. ഫസ്റ്റ് റോഡിലെ നോർമൽ ഫ്ലോ ഡിവൈഡഡ് ബൈ അവിടുത്തെ സാച്ചുറേഷൻ ഫ്ലോ, അതുപോലെ സെക്കൻഡ് റോഡിലെ നോർമൽ ഫ്ലോ ഡിവൈഡഡ് ബൈ അവിടുത്തെ സാച്ചുറേഷൻ ഫ്ലോ. ഓക്കെ, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദെൻ ഗ്രീൻ ടൈം കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഗ്രീൻ ടൈം എന്ന് പറഞ്ഞാൽ എത്ര നേരമാണ് ഒരു ട്രാഫിക് സിഗ്നലിലെ ഗ്രീൻ തെളിഞ്ഞു കിടക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ഇക്വേഷനാണ് G1 = Y1 ഡിവൈഡഡ് ബൈ Y. ഫസ്റ്റ് റോഡിലെ, ഇപ്പോൾ നമ്മൾ ഈ റോഡാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടാവുമല്ലോ, ആ സിഗ്നലിലെ ഗ്രീൻ ടൈം, എത്ര നേരം ഈ ഗ്രീൻ കത്തി നിൽക്കണം, അത് കണ്ടുപിടിക്കാനായിട്ട് ആ റോഡിലെ 1 എന്ന് പറയുന്ന റോഡിലെ ക്രിട്ടിക്കൽ ഫ്ലോ റേഷ്യോ ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്രിട്ടിക്കൽ ഫ്ലോ റേഷ്യോ ഇൻറ്റു C0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്റ്റിമം സൈക്കിൾ ലെങ്ത് മൈനസ് ലോസ് ടൈം. ഓക്കെ, അതുപോലെ G2. ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രീൻ ലൈറ്റ് എത്ര നേരം തെളിഞ്ഞ് നിൽക്കണം എന്നുള്ളത് കിട്ടും. ഗ്രീൻ ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ റെഡ് ടൈം ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതാണ് വെബ്സ്റ്റേഴ്സിൻ്റെ ഇക്വേഷൻ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഒരു എക്സാമ്പിൾ, ഈ ക്വസ്റ്റിനിൽ ഇതെന്താ തന്നിരിക്കുന്നത് നോക്കിയേ. ദി ആവറേജ് നോർമൽ ഫ്ലോ ഓഫ് ട്രാഫിക് ഓൺ റോഡ്സ് A and B ഡ്യൂറിംഗ് ഡിസൈൻ പീരീഡ്സ് ആർ 400 and 250 PCU per hour പാസഞ്ചർ കാർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്നതിൽ കൂടെ 400 വെഹിക്കിൾസും B എന്ന് പറയുന്നതിൽ കൂടെ 250 വെഹിക്കിൾസും പെർ അവറിൽ മൂവ് ചെയ്യുന്നുണ്ട്. The saturation flow values on these roads are estimated. അവിടുത്തെ സാച്ചുറേഷൻ ഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എയിൽ 1250യും ബിയിൽ 1000 PCU ആയിട്ടാണ്. ഓക്കെ, per hour respectively. The all red time required for pedestrian crossing is 12 seconds. All red time തന്നിട്ടുണ്ട് 12 seconds ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിസൈൻ 2-phase ട്രാഫിക് സിഗ്നൽ വിത്ത് പെഡസ്ട്രിയൻ ക്രോസിംഗ് ബൈ വെബ്സ്റ്റേഴ്സ് മെത്തേഡ്. നമുക്കൊരു 2-phase ട്രാഫിക് സിഗ്നലാണ് അവിടെ ഡിസൈൻ ചെയ്യേണ്ടത്. അതിനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസിനെ നമ്മൾ എടുത്തെഴുതാം. ഓക്കെ, നമുക്ക് നോർമൽ ഫ്ലോ തന്നിട്ടുണ്ട്. നോർമൽ ഫ്ലോ റോഡ് എന്ന് പറയുന്നത് 400 and 250 PCU per hour ആണ്. സാച്ചുറേഷൻ ഫ്ലോ തന്നിട്ടുണ്ട്, ഓൾ റെഡ് ടൈം തന്നിട്ടുണ്ട്, ആൻഡ് നമ്പർ ഓഫ് ഫേസ് 2 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്കറിയാം ക്രിട്ടിക്കൽ ഫ്ലോ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Y1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നോർമൽ ഫ്ലോ ഡിവൈഡഡ് ബൈ സാച്ചുറേറ്റഡ് ഫ്ലോ അല്ലേ. സോ 2 റോഡിലെയും, ഫസ്റ്റ് റോഡിലെയും സെക്കൻഡ് റോഡിലെയും നമുക്ക് നോർമൽ ഫ്ലോയും സാച്ചുറേഷൻ ഫ്ലോയും അറിയാം. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് റോഡിലെ കിട്ടാൻ ഫസ്റ്റ് റോഡിലെ നോർമൽ ഫ്ലോ ഡിവൈഡഡ് ബൈ അവിടുത്തെ സാച്ചുറേഷൻ, ദാറ്റ് ഈസ് 400 by 1250 ചെയ്യുമ്പോൾ അവിടുത്തെ ക്രിട്ടിക്കൽ ഫ്ലോ കിട്ടി. അതുപോലെ സെക്കൻഡ് റോഡിലെയും ചെയ്യാം. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടിടത്തെയും Y വാല്യൂ കിട്ടി. ദിസ് ഈസ് നോട്ട് Y1, Y2 ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കറിയാം ടോട്ടൽ ക്രിട്ടിക്കൽ ഫ്ലോ റേഷ്യോ Y എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിൻ്റെയും കൂടെ സമ്മാണ്, Y1 + Y2. ദെൻ നമുക്ക് ടോട്ടൽ ലോസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. എത്ര ടൈമാണ് നമുക്ക് ആ ഇൻ്റർസെക്ഷനിൽ ലോസ്റ്റ് ആയിരിക്കുന്നത് അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ L = 2n + R. നമ്മളോട് പറഞ്ഞത് 2-phase സിസ്റ്റമാണ് നമുക്കവിടെ വേണ്ടതെന്ന്. സോ 2 × 2 + R എന്ന് പറയുന്നത് അവിടുത്തെ ഓൾ റെഡ് ടൈം. അത് ചെയ്യുമ്പോൾ നമുക്ക് 60 seconds കിട്ടി. ദെൻ ഒപ്റ്റിമം സിഗ്നൽ സൈക്കിൾ കണ്ടുപിടിക്കാനുള്ള, അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് സിഗ്നൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? C0 = 1.5 L + 5 ഡിവൈഡഡ് ബൈ 1 - 5. എല്ലാത്തിൻ്റെയും വാല്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ടോട്ടൽ C0 എന്ന് പറയുന്നത് 68 seconds കിട്ടും. ഇനി എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഗ്രീൻ ടൈം കണ്ടുപിടിക്കണം. രണ്ട് സിഗ്നലും എത്ര സമയമാണ് ഗ്രീൻ ലൈറ്റ് കത്തേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കണം.
അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് റോഡിൻ്റെ ഇക്വേഷൻ കൊടുക്കുക y1 by y into c0 minus a. വാല്യൂസ് എല്ലാം നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 29 സെക്കൻഡ് എന്ന് കിട്ടും, സെക്കൻഡ് റോഡിൽ 23 സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എല്ലാ ലൈറ്റും കിട്ടി. ഇനി ഇതിൻ്റെ ഒരു ഡയഗ്രാം കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്യാം. അതായത് റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും എല്ലാ റെഡ് ടൈമും എല്ലാം കൂടെ കാണിച്ചിട്ടുള്ളൊരു ലൈൻ. അപ്പം നമ്മൾ നോക്കുക, ഫേസ് 1 നമ്മൾ ഒരു സിഗ്നൽ കൺസിഡർ, ഒരു ഡയറക്ഷനിൽ സിഗ്നൽ കൺസിഡർ ചെയ്യാണ്. സോ അവിടുത്തെ നമ്മൾ ഗ്രീൻ ലൈറ്റ് കണ്ടുപിടിച്ചായിരുന്നു 29 സെക്കൻഡ് ആണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ ഡയഗ്രത്തിൽ നമ്മൾ ടോട്ടൽ സൈക്കിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 68 സെക്കൻഡാണ് നമ്മൾ കിട്ടിയായിരുന്നു അല്ലെ. C0 എന്ന് പറയുന്നത് 68 സെക്കൻഡ്സ് ആണ്. സോ ഇതാണ് ഒരു സിഗ്നലിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് റോഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഗ്രീൻ ലൈറ്റിൻ്റെ ടൈമിംഗ് എത്രയായിരുന്നു? 29 സെക്കൻഡ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ 29 സെക്കൻഡ് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഗ്രീൻ കഴിഞ്ഞ് എന്താണ്, കുറച്ച് നേരം ഒരു മഞ്ഞ ലൈറ്റ് കത്തും. മഞ്ഞ ലൈറ്റ് എന്തിനാണ് കത്തുന്നത്? ആ ഇൻ്റർസെക്ഷൻ ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് നമ്മൾ ക്വസ്റ്റിന് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യും 2 സെക്കൻഡ്സ് ആയിട്ട്. സോ 2 സെക്കൻഡ്സ് നമ്മളവിടെ കൊടുക്കുന്നു. ദെൻ 2 സെക്കൻഡ്സ് അതിനായിട്ട് കൊടുക്കുന്നു. ദെൻ ബാക്കി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓൾ റെഡ് ടൈം എന്ന് പറഞ്ഞത് ഞാൻ എത്രയാണ്? 12 സെക്കൻഡ്സ് ആണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സോ ഗ്രീൻ കത്തി, ദെൻ ആംബർ ടൈം വന്നു, അത് കഴിഞ്ഞ് റെഡ് ടൈം, ഓൾ റെഡ് ടൈം, അതായത് പെഡസ്ട്രിയൻ ക്രോസിങ്ങിനുള്ള ഓൾ റെഡ് ടൈം വന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ ആ ഡയറക്ഷനിൽ ഫ്ലോ ഇല്ല. ഓക്കെ, സോ ഇപ്പോൾ ഈ ഫസ്റ്റ് റോഡാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ സിഗ്നൽ ആദ്യം ഗ്രീൻ കത്തി, ദെൻ ആംബർ കത്തി, അത് കഴിഞ്ഞിപ്പോൾ റെഡ് കത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ റെഡ് കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ട്രാഫിക് ഫ്ലോ ചെയ്യത്തില്ല. അതാണ് ഈ സിഗ്നലിൻ്റെ കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? ഇത് റെഡ് ആയി കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഓട്ടോമാറ്റിക്കലി അടുത്ത ഡയറക്ഷനിലുള്ള സിഗ്നൽ കാണിക്കാൻ തുടങ്ങും. അടുത്ത ഡയറക്ഷനിലുള്ള സിഗ്നൽ കാണിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ്? ഇവിടെ ഗ്രീൻ ആയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ഡയറക്ഷനിലുള്ളതിൽ എന്തായിരിക്കും? റെഡ് ആയിരിക്കും അല്ലേ. ഇവിടെ ഗ്രീൻ ആണ്, ഇവിടെ യെല്ലോ ആകുമ്പോഴും ആ ഡയറക്ഷനിൽ ഫ്ലോ ഒന്നുമില്ല. ദെൻ ഓൾ റെഡ് ടൈം ആകുമ്പോൾ എല്ലായിടവും റെഡ് ആണ്. സോ ഇവിടെ ഇത്രയും പോർഷനിൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസിൽ അല്ലെങ്കിൽ സെക്കൻഡ് സിഗ്നലിൽ അത്രയും പോർഷൻ റെഡ് ആണ്. ദെൻ ഇവിടെ റെഡ് ആകാൻ തുടങ്ങുമ്പോഴാണ് എന്ത് പറ്റുന്നത്? അടുത്ത ഡയറക്ഷനിൽ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിയല്ലേ? ഒരു ഡയറക്ഷനിൽ ഫ്ലോ റെഡ് ആകുമ്പോഴാണ് നമ്മൾ അടുത്ത സിഗ്നൽ അല്ലെങ്കിൽ അടുത്ത ഡയറക്ഷനിൽ ഫ്ലോ തുടങ്ങുന്നത്. സോ ഇവിടം വരെ രണ്ടിടത്തും ഇവിടെ റെഡ് ആണ്. ദെൻ അത് കഴിഞ്ഞ് ഇവിടുത്തെ ഗ്രീൻ സിഗ്നൽ തുടങ്ങി. ഇവിടുത്തെ ഗ്രീൻ സിഗ്നൽ നമ്മൾ പറയുന്നത് 23 സെക്കൻഡ്സ് എന്നാണ് നമുക്ക് കിട്ടിയത്. സോ 23 സെക്കൻഡ്സ് അത് ഗ്രീൻ ലൈറ്റ് കാണിച്ചു. ദെൻ അത് കഴിയുമ്പോഴത്തേക്ക് എന്താണ്? വീണ്ടും റെഡ് ആകാൻ പോകും. അതിന് മുമ്പായിട്ട് ഇൻ്റർസെക്ഷനിൽ വെഹിക്കിൾസ് ക്ലിയർ ചെയ്യാനായിട്ട് ആംബർ ടൈം 2 സെക്കൻഡ്സും കൂടെ വരും. അത് കഴിയുമ്പോൾ എന്ത് പറ്റും? അത് കഴിയുമ്പം ഈ സിഗ്നൽ വീണ്ടും റെഡിലേക്ക് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ഡയറക്ഷനിലുള്ള സിഗ്നൽ ഗ്രീൻ തെളിയാൻ തുടങ്ങും. സോ ഇതാണ് ടോട്ടൽ സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സിഗ്നലിനും കൂടി കമ്പൈൻഡ് എഫക്റ്റ് ടോട്ടൽ 68 സെക്കൻഡ്സ് വേണം ഒരു സിഗ്നലിൽ തുടങ്ങി അടുത്ത സിഗ്നൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇതാണ് വെബ്സ്റ്റേഴ്സ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഒരു സിഗ്നലിൻ്റെ സൈക്കിൾ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇതാണ്. അതിൽ ക്വസ്റ്റിനിൽ നമുക്ക് നമ്പർ ഓഫ് ഫേസ് മാറുന്നതനുസരിച്ച് സൈക്കിൾ ലെങ്തിന് ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്കിനി കൂടുതൽ പ്രോബ്ലംസും കൂടുതൽ ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.